ചേർത്തലയിലെ തിരോധാന കേസുകൾ സീരിയൽ കില്ലിംഗ് ആണോ എന്ന സംശയം ബലപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇതിൽ ദുരൂഹത കൂടുന്നു. അതിൽ ദുരൂഹത ഏറ്റുന്ന ഒരു സാധനമാണ് ഈ പ്രതിയായ സെബാസ്റ്റിൻ്റെ പള്ളിപ്പുറത്തെ വീട്. ഈ വീട്ടിലെ മുറിയിൽ മൃതദേഹം കുഴിച്ചിട്ട് ഗ്രാനൈറ്റ് പാകിയെന്ന് ഇപ്പോൾ സംശയം ബലപ്പെടുന്നുണ്ട്. വീട്ടിൽ തെളിവെടുപ്പിനായി സെബാസ്റ്റിനെ അല്പസമയത്തിനകം എത്തിക്കുമെന്നാണ് വിവരം. ഭൂമിക്കടിയിലെ മൃതദേഹ അവശിഷ്ടങ്ങൾ പരിശോധിക്കുന്നതിനായി ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ വരെ എത്തിക്കാൻ സാധ്യത. ഏറ്റവും ആധുനിക സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് ഈ കൊലപാതകത്തിൻ്റെ ചുരുൾ നിവർത്തും എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഷ്യം. കൊലപാതകങ്ങളിൽ സെബാസ്റ്റിന് പങ്കുണ്ടോ എന്നതിലും കാണാതായ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു എന്നതിലും സംശയങ്ങളും ആശങ്കയും വർദ്ധിക്കുന്നു. ദുരൂഹതകളും ഈ കൊലപാതകങ്ങളാണെന്നറിയില്ല, ഈ കാണാതായ പരിപാടിയിൽ ഈ ഡിസപ്പിയറൻസിൽ കാരണമായി പറയുന്നുണ്ട്. സെബാസ്റ്റിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മനുഷ്യ അസ്ഥിഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഇതാണ് ആ ദൃശ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ അതാണ് കൂടുതൽ ഈ അന്വേഷണം കൂട്ടാൻ കാരണമായത്. ഇവിടെ നടന്നു എന്ന് പറയുന്ന കൊലപാതകങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ അശ്വിൻ പാലാഴി ചേരും. അതുപോലെ ഇനി ഈ കേസിൻ്റെ നാൾ വഴി എങ്ങോട്ട് പോകുമെന്നറിയാൻ വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. പിന്നീട് സെബാസ്റ്റിൻ്റെ വീട്ടിൽ നിന്നും നേരത്തെ കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങളുടെ വിവരങ്ങളും അതിൽ സംശയത്തിൻ്റെ കുന്തമുനകൾ നീണ്ടുവരുന്നതുമൊക്കെ പ്രതിപാദിക്കാൻ നമുക്കിപ്പം റാഫി കരീം കൂടി ചേരും. ആദ്യം അശ്വിൻ പാലാഴിയിലേക്ക്. അശ്വിൻ, യഥാർത്ഥത്തിൽ 5 കാണാതായ പ്രക്രിയ ഉണ്ടായി എന്നാണ് പറയുന്നത്. 5 പേരെ കാണാതായി. ഇതിൻ്റെ പിന്നിൽ സെബാസ്റ്റിൻ്റെ കറുത്ത കരങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയണം. അതോ ചുവന്ന കരങ്ങളാണോ? ആ ചുരുളഴിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് സെബാസ്റ്റിൻ്റെ വീടിന് സമീപത്താണ്. ഇവിടെ ദുരൂഹമായ 2 സ്ഥലങ്ങളാണ് ഏറ്റവും പ്രധാനമായുള്ളത്. അത് ആദ്യം അസ്ഥി കണ്ടെത്തിയ ആ സ്ഥലങ്ങൾക്ക് പുറമെയുള്ള 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഒന്ന്, 2 ചെറിയ കുളങ്ങൾ. അത് ഈ സെബാസ്റ്റിൻ്റെ വീട്ടുവളപ്പിലുണ്ട്. നമ്മളിപ്പോൾ അവിടേക്ക് പോലീസ് നമ്മളെ തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സെബാസ്റ്റിൻ്റെ വീടിന് സമീപത്തുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ആ വീട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വീടിനപ്പുറത്ത് 2 കുളങ്ങളാണ് പ്രധാനമായും ഉള്ളത്. അതിൽ ഒരു കുളം, ആ 2 കുളങ്ങളും ഇന്ന് വറ്റിക്കും. അത് വറ്റിക്കാനായുള്ള ഫയർഫോഴ്സിൻ്റെ മോട്ടോർ അടക്കമുള്ള സംവിധാനങ്ങൾ അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന വീടിനോട് ചേർന്ന് കാണുന്നത് അതിൻ്റെ വലതുഭാഗത്തായാണ് കുളം. അവിടെ എക്സ്കവേറ്റർ അടക്കം എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനാകുന്നുണ്ട്. എന്തായാലും ഇതാ കുളം വറ്റിക്കാനായി വരുന്ന ഫയർഫോഴ്സ് സംഘത്തിൻ്റെ മോട്ടോറുകളടങ്ങിയ വാഹനമാണ്. ഈ വാഹനത്തിൽ ഈ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കുളം അത് വറ്റിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അസ്ഥികൾ കണ്ടെത്തിയതിനോട് ചേർന്നാണ്. ഈ കുളത്തിനുള്ളിൽ ശരീരാവശിഷ്ടങ്ങൾ സെബാസ്റ്റ്യൻ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഒരു ഉയർന്ന സംശയം. അതിന് സംശയം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ചില മീനുകളെയും അതിനുള്ളിൽ വളർത്തിയിരുന്നു. അത് ഈ മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളൊക്കെ ഭക്ഷിക്കുന്ന മീനുകളെയാണ് അതിനുള്ളിൽ വളർത്തിയത് എന്നും പോലീസ് സംഘം അന്ന് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വീണ്ടും ആ കുളം വറ്റിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അസ്ഥികളൊക്കെ അതിനുള്ളിൽ നിന്ന് കിട്ടുമോ എന്നുള്ള ഒരു പരിശോധന നടത്തുന്നത്. എന്തായാലും ഇന്ന് വിപുലമായ പരിശോധനയാണ് നടക്കുന്നത്. ഒപ്പം വീടിനുള്ളിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ അസ്ഥികളുടെ ഭാഗം ഗ്രാനൈറ്റ് ഭാഗം അത് ഇന്ന് വെട്ടിപ്പൊളിച്ച് പരിശോധിക്കുമെന്നും കോട്ടയം ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ചാൽ അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരും. ഒപ്പം ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ വരും ദിവസത്തേക്ക് മാത്രമേ എത്തിക്കാനാവുകയുള്ളൂ. അത് കേന്ദ്ര ഏജൻസിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അനുമതി തേടേണ്ടതായുണ്ട്. അനുമതി തേടിയിട്ടുണ്ട്. അത് ലഭിച്ചാലുടൻ ആ യന്ത്രം ഇവിടേക്ക് എത്തിക്കും. നിലവിലിപ്പോൾ എന്തായാലും ആ പരിശോധന നടക്കും. ഏറ്റവും പ്രധാനം 2 പോയിന്റുകളാണ്. ഒന്ന് ഈ കുളം, മറ്റൊന്ന് വീടിനുള്ളിലെ ഗ്രാനൈറ്റ് പാകിയ സ്ഥലം. എന്തായാലും ആ പരിശോധന ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ തുടരും. ഒപ്പം എക്സ്കവേറ്റർ എത്തിച്ചിട്ടുണ്ട്. ഈ വീടിന് സമീപത്ത് അസ്ഥി കണ്ടെത്തിയ സ്ഥലം ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് തന്നെ കുഴിച്ചു പരിശോധന ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന കൂടി വരുന്നുണ്ട്. ഒപ്പം നിലവിൽ ഈ 2.5 ഏക്കർ വരുന്ന ഭാഗം പൂർണ്ണമായും കാട് പിടിച്ച് കിടക്കുകയാണ്. അത് ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ആ കാടുകൾ വൃത്തിയാക്കും. എന്തായാലും ആ കുളം വറ്റിക്കാനുള്ള ജോലികൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. പണ്ട് 2016 ഈ ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഈ കുളം പരിശോധിക്കാനായി അന്വേഷണ സംഘം ഇവിടെ എത്തിയപ്പോൾ ഒരു അതിബുദ്ധി ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് സെബാസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അവിടെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം അടക്കം കോഴി വേസ്റ്റ് അടക്കം ഈ കുളത്തിലേക്ക് ഇട്ട് ആളുകൾക്ക് അവിടെ കയറാൻ പറ്റാത്ത രീതിയിലേക്ക്, പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിനൊന്നും അവിടേക്ക് എത്താൻ കഴിയാത്ത രീതിയിലേക്ക് ആ ഭാഗം അത്ര വൃത്തിഹീനമാക്കിയൊരു ഇടപെടൽ ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഈ പരിശോധന അവിടെ നടത്താനായിരുന്നില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വളരെ നിർണായകമായൊരു പോയിന്റാണ് ആ കുളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അവിടേക്കുള്ള പരിശോധനയാണ് SK അല്പസമയത്തിനുള്ളിൽ ഫയർഫോഴ്സിൻ്റെ കൂടി സഹായത്തോടെ നടത്താൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.